മറ്റാൾ മൂരിക്കൊട്ടിന് കൊണ്ട് കെട്ടിക്കണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ആചാര്യ ഒറ്റക്ക് തെക്കിപ്പേരും ചെല്ലി പോണ്? പെരുന്നാളാണല്ലോ വരുന്നത്, അതിനുള്ള ആഘോഷമാണ്. പണമുള്ളവർക്ക് സന്തോഷവും ആഘോഷമൊക്കെ ഉണ്ടാവും ആചാര്യ, എനിക്ക് അതും ഇല്ല. അതെന്താടാ ഞാൻ പറഞ്ഞത്? അനക്ക് പെരുന്നാളില്ലേ? പെരുന്നാളൊക്കെ ഉണ്ട് ആചാരം, എനിക്ക് ആഘോഷമൊന്നുമില്ല. ഒന്നും കൂടി മനസ്സിലാകുന്ന രീതി ഒന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ആചാരം. എൻ്റെ കുട്ടികൾക്ക് പെരുന്നാളായിട്ട് ഡ്രസ്സ് എടുക്കാൻ എൻ്റെ അടുത്ത് ഒരു ഉറുപ്പില്ല. പെരുന്നാൾ കഴിക്കാനും ആയില്ല. അപ്പൊ പണിയൊന്നും ഇല്ല എനക്ക്? പണിയുണ്ട്, പണിയെടുക്കണ കാശുകൊണ്ട് മരുന്നിനും കൂടി എനിക്ക് തയ്യില്ല, എനിക്ക് സുഖമില്ല. എന്റെ പ്രകാശങ്ങളൊന്നും ആരും പറഞ്ഞു കേട്ടില്ല, ഞാൻ ഇപ്പൊ അറിയുന്നുള്ളൂ. ഇതൊന്നും ആരും പറയില്ല. തെറ്റുകളും കുറ്റങ്ങളും അതും പൊളിച്ച് പറയാൻ ആൾക്കാരുണ്ടാവും. പോരായ്മകളെല്ലാവരും പറയും, ബുദ്ധിമുട്ടുകളൊന്നും ആരും പറയില്ല. ആരോടൊന്നും ചോദിക്കാനില്ല, കണ്ടറിഞ്ഞ് ആരും സഹായിക്കലും ഇല്ല. എൻ്റെ ചുറ്റുപാ മുഴുവനും അണക്കാരാ, ഓരാരും എന്നെ സഹായിക്കൂല. ഇല്ലാത്തവനെ സഹായിക്കാൻ നമ്മൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആര് സഹായിക്കാനാണ് ആചാര്യ? നാളെ എൻ്റെ പേരിൽ കണ്ടുവാ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടോളാം. ഇജ്ജ് പേടിക്കണ്ട, പെരുന്നാൾ ഉഷാറായിട്ട് കഴിക്കണം. കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കൊടുത്തു നോക്കണം. ഞാൻ ഒരിക്കലും മറക്കൂല. ഇജ്ജ് പണിക്ക് പോണ്ട, ഇജ്ജിന്റെ കൂടെ നിന്നാ മതി. ശമ്പളം ഞാൻ അറക്കാൻ തരാം. പണം എത്ര ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതൊന്നും കവറ് കൊണ്ട് വെക്കൂലല്ലോ. ജീവിച്ചിരിക്കുമ്പോ പാവപ്പെട്ടവന് സഹായിക്കാം. മരിച്ചു പോയിട്ട് മക്കള് കുറെ വാരി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പണം അഹങ്കരിക്കാനുള്ളതല്ല, അത് നിങ്ങൾ മറക്കരുത്.